തമിഴ്നാട്ടിലെ വാഹന വായ്പാ ലോബി കടത്തിക്കൊണ്ടുപോയ ടോറസ് ലോറി കണ്ടെടുത്ത് നെടുങ്കണ്ടം പോലീസ്. 35 ലക്ഷം രൂപ വിലയുള്ള കല്ലാർ സ്വദേശിയുടെ ടോറസ് വാഹനമാണ് ലോബി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് കടത്തിയത്. നെടുങ്കണ്ടം പോലീസ് വാഹനത്തിന്റെ ഫോട്ടോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 320 കിലോമീറ്റർ അകലെ നിന്നും വാഹനം കണ്ടെത്തിയത്. ഫെബ്രുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. നെടുങ്കണ്ടം കല്ലാർ സ്വദേശിയായ വിനീത് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ടോറസ് ലോറിയാണ് ചാറൽമേട് സ്വദേശിയായ അഖിൽ മോഹന് CC കുടിശ്ശിക തീർക്കാം എന്ന വ്യവസ്ഥയോടുകൂടി വിൽക്കുന്നത്. എന്നാൽ 4 കുടിശ്ശിക അടച്ച ശേഷം അഖിൽ ഈ വാഹനം കമ്പത്തെ വാഹന വായ്പാ ലോബിക്ക് 7 ലക്ഷം രൂപയ്ക്ക് പണയം വയ്ക്കുകയായിരുന്നു. ഇവിടെ നിന്നും വാഹനം ഇവർ തിരുനെൽവേലിക്ക് മാറ്റി. വാഹനം തിരുനെൽവേലിയിലെ ക്വാറികളിൽ ഉപയോഗിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറും മറ്റു രേഖകളും തിരുത്തിയിരുന്നു. വിനീത് കുമാർ നെടുങ്കണ്ടം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം തിരുനെൽവേലിയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് നെടുങ്കണ്ടം പോലീസ് തമിഴ്നാട്ടിലെത്തി വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള വാഹനം കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിൽ വാഹനം പണയം വെച്ച അഖിലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. സമാനമായ വൻ ലോബി തമിഴ്നാട്ടിലും ഇവരുടെ ഏജന്റുമാർ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇവരിലേക്കുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.